Hi all. നമ്മൾ abnormal gainന്റെ treatment ഉള്ള process account ആണ് discuss ചെയ്യാൻ പോകുന്നത്. So this is a question. 1000 units of raw material were introduced into process 1 at the rate of rupees 20 per unit. Direct labor and overhead expenses amounted to 6000 and 5000 respectively. ഈ പറഞ്ഞിട്ടുള്ള ഈ സെന്റൻസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പ്രോസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരേണ്ട കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ 1000 യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ വർ ഇൻട്രൊഡ്യൂസ്ഡ് ടു പ്രോസസ് 1 എന്ന് പറയുമ്പോൾ 2 മെറ്റീരിയൽ യൂണിറ്റ് കോളത്തിൽ 1000 എഴുതി, 1000 into 20 20,000 എമൗണ്ട് കോളത്തിൽ എഴുതി, ലേബറുടെ ചാർജ് 6000 റുപ്പീസ് എമൗണ്ട് കോളത്തിൽ എഴുതി, ഓവർ ഹെഡ് 5000 റുപ്പീസും എമൗണ്ട് കോളത്തിൽ എഴുതി. ഓക്കെ, അവിടെ വരെ ആയിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്കൊരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾ ആദ്യം തന്നെ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കുക. അതിന്റെ ഫോർമാറ്റിൽ പെർട്ടിക്കുലേഴ്സ്, യൂണിറ്റ്സ്, എമൗണ്ട്, ഇതാണ് എൻ്റെ കോളങ്ങൾ കൊടുക്കേണ്ടത്. ഇതുപോലെ ഒരു കോളം കൊടുക്കുക. എൻ്റെ ഈ വീഡിയോ കേൾക്കുമ്പോൾ ഒപ്പം വരച്ചു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി മോർ ഗുഡ്. പ്രിപ്പയർ എ പ്രോസസ് അക്കൗണ്ട് ആൻഡ് യു ലീവ് സർട്ടൺ സ്പേസ്. അതായത് പ്രോസസ് അക്കൗണ്ട് വരച്ച് കഴിഞ്ഞിട്ട് സ്പേസ് വിട്ടാലും മതി, കാരണം വർക്കിംഗ് നോട്ട്സ് ചെയ്യണം. അപ്പം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ ഇത് വെച്ചിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ എൻ്റെ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒപ്പം ചെയ്തു പോവുക. ബുക്കും പേനയൊക്കെ എല്ലാവരും എടുത്തു വെച്ചിട്ട് കേട്ട് ഒരുമിച്ച് ചെയ്തു പോവുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇൻഫോർമേഷൻസ് ഇവിടെ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതി. പിന്നെന്താ പറയുന്നത്, എ നോർമൽ ലോസ് ഇസ് എസ്റ്റിമേറ്റഡ് അറ്റ് 10% ഓഫ് ദ യൂണിറ്റ്സ് പുട്ട് ഇൻ ടു ദ പ്രോസസ്. എത്ര യൂണിറ്റ്സ് പ്രോസസ്സിലേക്ക് ഇട്ടിട്ടുള്ളത്? 1000 യൂണിറ്റ്സ്. അതിന്റെ 10% ആണ് നോർമൽ ലോസ്. പിന്നെന്താ പറയുന്നത്, സ്ക്രാപ്പ് വാല്യൂ ഓഫ് ലോസ്റ്റ് യൂണിറ്റ് ഇസ് ₹4 per യൂണിറ്റ്. സ്ക്രാപ്പ് വാല്യൂ 4 rupees ആണ്. അപ്പൊ നമ്മൾ നോർമൽ ലോസ് ക്രെഡിറ്റ് സൈഡിലാണ് എഴുതുക പ്രോസസ് അക്കൗണ്ട്. അപ്പോൾ ഞാൻ എഴുതി ബൈ നോർമൽ ലോസ് 100 യൂണിറ്റ്സ്, അതായത് 1000ന്റെ 10% 100 യൂണിറ്റ്സ്. 4 രൂപയാണ് സ്ക്രാപ്പ് വാല്യൂ. 100 into 4 400 rupees. അത് ഞാൻ ഇവിടെ എഴുതി. ഇനി the actual output of the process was 920 units. ആക്ച്വൽ ഔട്ട്പുട്ട് നമ്മൾ എവിടെയാ? ബൈ പ്രോസസ് 2, the output to be transferred to the next process. അത് 920 യൂണിറ്റ്സ്. അത് ഞാൻ ഇവിടെ എഴുതി. ഇത്ര നമുക്ക് തന്ന ഇൻഫോർമേഷൻസ് ഇത്ര വരെ എഴുതി ഞാനിവിടെ അവസാനിപ്പിച്ചു. ഇനി ഞാൻ എൻ്റെ വർക്കിംഗ് നോട്ടിലേക്ക് പോവുകയാണ്. വർക്കിംഗ് നോട്ടിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഈ കിട്ടുന്ന എബ്നോർമൽ ഗെയിൻ ഒക്കെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ വർക്കിംഗ് നോട്ടിലേക്ക് പോകണം. വർക്കിംഗ് നോട്ടിൽ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ എബ്നോർമൽ ലോസിൽ പറഞ്ഞാൽ അതന്നെ ചെയ്യുക. ആദ്യം എന്താ എഴുതണ്ടേ? നോർമൽ ഔട്ട്പുട്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. വാട്ട് ഇസ് നോർമൽ ഔട്ട്പുട്ട്? ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ടിലേക്ക് എല്ലാവരും എഴുതാം. നോർമൽ ഔട്ട്പുട്ട് ഇസ് ഈക്വൽ ടു ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ്. Input എത്രയാ? 1000. Normal loss is 100. Therefore, the normal output should be 900 units. Actual output എത്രയാ? 920 units. അപ്പോൾ അടിയിൽ എഴുതാം, normal output is equal to input minus normal loss. 1000 minus 100 is equal to 900. 900 units എഴുതി വെച്ചു. Actual output is equal to 920 units. അതും എഴുതി വെക്കുക. എന്നിട്ട് എഴുതാം, as actual output is more than the normal output, there is abnormal gain. അപ്പോൾ നമ്മൾ എഴുതി എത്ര യൂണിറ്റ്സ് അബ്നോർമൽ ഗെയിൻ ഉള്ളത്? 920 മൈനസ് 900. അബ്നോർമൽ ഗെയിൻ്റെ ഫോർമുല എന്താ? ആക്ച്വൽ ഔട്ട്പുട്ട് മൈനസ് നോർമൽ ഔട്ട്പുട്ട്. 920 മൈനസ് 900. അപ്പോൾ 20 യൂണിറ്റ്സ് കിട്ടി. അപ്പോൾ 20 യൂണിറ്റ്സ് അബ്നോർമൽ ഗെയിൻ കിട്ടി. ആ 20 യൂണിറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. നമുക്കിത് അവസാനം എഴുതാം. നമ്മൾ വർക്കിംഗ് നോട്ട് ആദ്യം ചെയ്ത് തീർക്കാം. അപ്പോൾ 20 യൂണിറ്റ്സ് അബ്നോർമൽ ഗെയിൻ കിട്ടി. ഇനി അടുത്തത് എന്താ കാണണ്ടേ? വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ കാണണം. വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ കാണാനുള്ള ഫോർമുല എന്താ? പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ്. ഇവരിവിടെ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് നോർമൽ ഔട്ട്പുട്ട്. അതും ആക്ച്വൽ ഔട്ട്പുട്ടും കമ്പയർ ചെയ്തു. അപ്പോൾ അബ്നോർമൽ ഗെയിൻ വന്നു. ഇനി വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ കാണുന്നു. പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഓഫ് നോർമൽ ലോസ് ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻടു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ കിട്ടും. അപ്പോൾ പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത്, പ്രോസസ് കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഇങ്ങോട്ട് നോക്കിയാൽ മതി. നമ്മൾ ഇവിടേക്ക് നോക്കാം. ഇതിൽ ഈ ഇത് നോക്കണ്ട. ഇതല്ലാതെ 20,000 പ്ലസ് 6,000 പ്ലസ് 5,000 ചെയ്ത 31,000 അല്ലേ വരെ. ഇത് മൂന്നും കൂടി കൂട്ടിയ 31,000 അല്ലേ വരെ. അപ്പൊ പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താ? 31,000 മൈനസ് സ്ക്രാപ്പ് വാല്യൂ 400 ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ 900 യൂണിറ്റ്സ്. അതല്ലേ ഇവിടെ ചെയ്തിട്ടില്ലേ? നോക്കൂ, 31,000 minus 400 divided by 900 into units of abnormal gain 20 units ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യും.
So you get 680 rupees. അപ്പോൾ ഇതാണ് value of abnormal gain. അപ്പോൾ ഈ വാല്യൂവിനെയാണ് ഞാൻ മുകളിലേക്ക് കൊണ്ടുവരുന്നത്. Value of abnormal gain is 20 units. Value is 680. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? അക്കൗണ്ട് ക്ലോസ് ചെയ്യുക. ഇവിടെ ഡെബിറ്റ് സൈഡിൽ ഇനി ഒന്നും എഴുതാനില്ല. അപ്പോൾ ടോട്ടൽ യൂണിറ്റ്സ് 1020 വന്നു. എമൗണ്ട് 31ന്റെ കൂടെ 31,000ന്റെ കൂടെ 680 കൂടി കൂട്ടിയപ്പോൾ 31,680 വന്നു. അത് തന്നെ എടുത്ത് ക്രെഡിറ്റ് സൈഡിലും കൊണ്ട് എഴുതി. ഇനി നമുക്ക് ഈ സൈഡ് 100ഉം 920 കൂടി കൂട്ടിയ 1020 വരും. അപ്പോൾ അവിടെ ഒന്നും നോക്കാനില്ല. ഈ 31,280 ആണ് ബാലൻസിങ് ഫിഗർ വരിക. 31,680ൽ നിന്ന് 400 ലെസ് ചെയ്യുമ്പോൾ you get 31,280. That is the value of the 920 units which you are going to transfer to the next process. അടുത്ത പ്രോസസ്സിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത് 920 units ആണ്. ആ യൂണിറ്റ്സിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 31,280 ആണ്. So you can find cost per unit. ഇത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. Output transfer to the next process at the rate of ₹34 per unit. എങ്ങനെ 34 കിട്ടിയത്? നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ ചെയ്താലും 34 തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. 31,000 minus 400 divided by 900 ചെയ്ത് കഴിഞ്ഞാൽ you may get it. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 31,280 divided by 920 ചെയ്താലും ₹34 per unit വരും. അപ്പോൾ പ്രോസസ് അക്കൗണ്ട് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ വരയ്ക്കണം? നോർമൽ ലോസ് അക്കൗണ്ടും വരയ്ക്കണം, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും വരയ്ക്കണം. ഇത് രണ്ട് നമുക്ക് ഒരുമിച്ച് വരയ്ക്കണം നല്ലത്. അപ്പോൾ നമ്മൾ രണ്ട് അക്കൗണ്ട് വരയ്ക്കുക. നമുക്ക് ഉള്ളിലത്തെ ഒരുമിച്ച് എഴുതിപ്പോ നോർമൽ ലോസ് അക്കൗണ്ട്, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് രണ്ടും ഒരുമിച്ച് സൈമൾട്ടേനിയസ് ആയിട്ട് വരച്ചു പോകുന്നതാണ് ചെയ്യാൻ എളുപ്പം. ഓക്കെ. ഇപ്പൊ നോർമൽ ലോസ് അക്കൗണ്ട്, നോർമൽ ലോസ് നമ്മൾ എന്താ എൻട്രി എഴുതുക? പ്രോസസ് അക്കൗണ്ടിത്തെ ഈ എൻട്രി വരും. ഏത്? നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോസസ് 1 അക്കൗണ്ട് 100ഉം 400 ഈ എൻട്രി വരും. അതാണ് ഇവിടെ എഴുതിയത്. നോർമൽ ലോസ് അക്കൗണ്ട് അബ്നോർമൽ ഗെയിൻ എവിടെയാണ്? സോറി, നോർമൽ ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോസസ് 1 അക്കൗണ്ട് 100ഉം 400ഉം വന്നു. ഓക്കെ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, എത്ര കണ്ട് അബ്നോർമൽ ഗെയിൻ ഉണ്ടോ, അതായത് 20 യൂണിറ്റ്സ് അബ്നോർമൽ ഗെയിൻ ഉണ്ട്, അപ്പൊ അത്ര കണ്ട് നോർമൽ ലോസിന്റെ യൂണിറ്റ്സ് കുറയും. അതേപോലെ ആ നോർമൽ ലോസിൽ നിന്ന് കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ 20 × 4 80 rupees സ്ക്രാപ്പ് വാല്യൂയും കുറയും. അതിനൊരു എൻട്രി എഴുതണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എൻട്രി? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോർമൽ ലോസ്. അതാണ് ഈ എൻട്രി. എവിടെ? abnormal gain account debtor to normal loss. അത് തന്നെ abnormal gainൽ എഴുതാം. abnormal gain account debtor to normal loss. എങ്ങനെ എഴുതുന്നേ? 20 യൂണിറ്റ്സ് ആണ് വാല്യൂ കുറഞ്ഞത്. abnormal gain എത്ര യൂണിറ്റ്സ് ഉണ്ടോ അത്ര കണ്ട് നോർമൽ ലോസ് കുറയും. അപ്പൊ 20 യൂണിറ്റ്സ് കുറഞ്ഞു. സ്ക്രാപ്പ് വാല്യൂ ഒരു യൂണിറ്റ് 4 രൂപയാണ്. അപ്പൊ 20 × 4 80 rupees ഇവിടെ എഴുതി. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. 20 × 4 80 rupees. അപ്പൊ നമ്മൾ അപ്പൊ ഈ എൻട്രി എഴുതാം. അത് രണ്ടും കൂടെ എഴുതി കഴിഞ്ഞു. ഇനി പ്രോസസ് ലോസ് അക്കൗണ്ട് നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. നോർമൽ ലോസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്, ഈ ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെന്താ അർത്ഥം? നോർമൽ ലോസ് 100 യൂണിറ്റ് ഉണ്ടായിരുന്നതിൽ അബ്നോർമൽ ഗെയിൻ്റെ 20 യൂണിറ്റ്സ് ലെസ് ആയി. അബ്നോർമൽ ഗെയിൻ വന്നുകൊണ്ട് 20 യൂണിറ്റ് കുറഞ്ഞു. അപ്പൊ ബാക്കി നമ്മൾക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്ന നോർമൽ ലോസ് വഴി സ്ക്രാപ്പ് വാല്യൂ എത്ര യൂണിറ്റ്സിനെ കിട്ടുള്ളൂ? 80 യൂണിറ്റ്സിനെ കിട്ടുള്ളൂ. ഇതാണ് ബാലൻസിങ് ഫിഗർ ബൈ ക്യാഷ്. ബാലൻസിങ് ഫിഗർ എന്ന് വേണ്ട, ആക്ച്വലി ഇത് നോർമൽ ലോസ് വഴി കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ എഴുതുന്നത്. എത്ര 80 യൂണിറ്റിനുള്ള സ്ക്രാപ്പ് വാല്യൂ ആണ് നോർമൽ ലോസ് വഴി നമുക്ക് കിട്ടുള്ളൂ. അത് 80 ഇവിടെ എഴുതി. അതുപോലെ 400 കിട്ടേണ്ടിയിരുന്നതാണ്. അബ്നോർമൽ ഗെയിൻ വന്നതുകൊണ്ട് 80 റുപ്പീസിന്റെ കുറവ് സംഭവിച്ചു. അപ്പൊ 400ൽ നിന്ന് 80 കുറച്ച ബാക്കി 320 യൂണിറ്റ്സ് ആണ് ക്യാഷ് ആയിട്ട് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ കിട്ടിയുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ എഴുതിയത് 18,320. ഇനി ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ 100ഉം 400ഉം വരും. ഇപ്പൊ നോർമൽ ലോസ് അക്കൗണ്ട് ക്ലിയർ ആയോ? ഇനി അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് വരയ്ക്കും. നമ്മൾ ഈ എൻട്രി അവിടെ എഴുതി. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു നോർമൽ ലോസ് ഇതും എഴുതി. അതുപോലെ നമ്മുടെ പ്രോസസ് അക്കൗണ്ടിൽ ഇവിടെ ഒരു എൻട്രി ഉണ്ടല്ലോ, പ്രോസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അബ്നോർമൽ ഗെയിൻ. അപ്പൊ അതും എഴുതി. പ്രോസസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അബ്നോർമൽ ഗെയിൻ. അപ്പൊ ബൈ പ്രോസസ് 1 അക്കൗണ്ട് 20 യൂണിറ്റ്സിന് 680 rupees. ഇതിന്റെ അർത്ഥം എന്താ? പ്രോസസ് അബ്നോർമൽ ഗെയിൻ വന്നത് 20 യൂണിറ്റിനാണ്. അതിന് മൊത്തം വന്ന അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 680 rupees ആണ്. എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഇൻകം ആണ്. പക്ഷേ ഈ ഇൻകം ഇവിടെ ഉണ്ടായപ്പോ
നോർമൽ ലോസിന്റെ സ്ക്രാപ്പ് വാല്യൂ വിറ്റ് കിട്ടേണ്ടിയിരുന്ന ഇൻകം ഒരു 80 രൂപ കുറഞ്ഞു. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്യണം ഇവിടെ. അപ്പൊ 680 നിന്ന് ഈ 80 കുറച്ചിട്ട് ബാക്കിയുള്ള ഫൈനൽ ഇൻകം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി 600 റുപ്പീസ്. ആൻഡ് ദാറ്റ് 600 is what you transfer to costing P&L account. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ബാലൻസിങ് ഫിഗർ ആണ്. കോസ്റ്റിംഗ് P&L അക്കൗണ്ടിലേക്ക് പോകുന്നത് ബാലൻസിങ് ഫിഗർ ആണ്. ഇതാണ് നമ്മളിവിടെ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത ഈ ഒരു പോയിന്റ്. ദ ബാലൻസ് ഓഫ് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് റെപ്രസെന്റ്സ് ദ റിയൽ ഗെയിൻ ട്രാൻസ്ഫർ ടു കോസ്റ്റിംഗ് P&L അക്കൗണ്ട്. പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോയിന്റും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നത്. Abnormal gain account is actually a fall in normal loss. Thus, there is a loss of income on account of less quantity of scrap available. An amount equal to the scrap value of abnormal gain unit is transferred from abnormal gain account to normal loss account. ഈ എൻട്രി ആണ് നമ്മളിപ്പോൾ ഇവിടെ ഈ പ്രോബ്ലം ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തത്. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി അടുത്തത് ചെയ്യേണ്ടത് ഈ കാണിക്കുന്ന ഇതിൽ കണ്ടിട്ടുള്ള ഈ ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇത് അബ്നോർമൽ ഗെയിനും നോർമൽ ലോസുമായിട്ടുള്ളതാണ്. ഞാൻ ഇന്നലെ നോർമൽ ലോസും അബ്നോർമൽ ലോസുമായിട്ടുള്ള ഒരു പ്രോബ്ലം നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു പ്രോബ്ലം ഇത് സെക്കൻഡ് ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്. യു ഹാവ് ടു ഡു ഇറ്റ്. ആൻഡ് അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇപ്പം നേരത്തെ കാണിച്ചത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം ആയിരുന്നു. ഒരു പ്രാക്ടിക്കൽ അല്ല, ഒരു ഇലസ്ട്രേഷൻ ആയിരുന്നു. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ്. അപ്പോൾ ഈ പ്രോബ്ലം നിങ്ങൾ എല്ലാവരും ഇന്ന് തന്നെ ഈ വീഡിയോ കേട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുക. ഇവരവിടെ പ്രോസസ് അക്കൗണ്ട് വരയ്ക്കാനും പറയുന്നുണ്ട്. ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് നോർമൽ ലോസ് അക്കൗണ്ട് ആണ്, അതും വരയ്ക്കാൻ പറയുന്നുണ്ട്. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും വരയ്ക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കേട്ടിട്ട് ഈ വീഡിയോയിൽ ഞാൻ മറ്റേ പ്രോബ്ലം എങ്ങനെ പറഞ്ഞു തന്നോ അതേപോലെ തന്നെയാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. സെയിം ക്വസ്റ്റ്യൻ അതേ പാറ്റേൺ ആണ്. 200 യൂണിറ്റ്സ് ഓഫ് മെറ്റീരിയൽ ആർ ഇഷ്യൂഡ് അറ്റ് ദ റേറ്റ് ഓഫ് ₹4 per unit. അപ്പോൾ നമ്മൾ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ 200 യൂണിറ്റ്സ് എഴുതി. 200 into 4 80,000 റുപ്പീസ്. നമ്മൾ 8,000 റുപ്പീസ് നമ്മൾ എമൗണ്ട് കുളത്തിൽ എഴുതി. ലേബർ എമൗണ്ട് കുളത്തിൽ 6,000 എഴുതി. ഓവർ ഹെഡ് എമൗണ്ട് കുളത്തിൽ 1,500 എഴുതി. നോർമൽ ലോസസ് എസ്റ്റിമേറ്റഡ് ടു ബി 10% ഓഫ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ 2,000ന്റെ 10% 200 റുപ്പീസ് നോർമൽ ലോസ്. അതിന്റെ സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് 1 per unit. അപ്പോൾ 200 into 1 200 റുപ്പീസ് തന്നെ എമൗണ്ട് കുളത്തിൽ എഴുതി. ആക്ച്വൽ ഔട്ട്പുട്ട് 1,900 ആണ്. അത് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ ബൈ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ബൈ ഔട്ട്പുട്ട് ട്രാൻസ്ഫർ ടു പ്രോസസ് ബി. എ കഴിഞ്ഞ അടുത്തത് ബി ആവുമല്ലോ. ബി എന്ന് എഴുതിയിട്ട് 1,900 യൂണിറ്റ്സ് എഴുതാം. ഇനി നമ്മൾ വർക്കിംഗ് നോട്ടിൽ എന്തൊക്കെ ചെയ്യണം? ആദ്യം തന്നെ നോർമൽ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുക. നോർമൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ട് മൈനസ് നോർമൽ ലോസ് ആണ്. ഇൻപുട്ട് ഇസ് 2,000, നോർമൽ ലോസ് ഇസ് 200. അപ്പോൾ 1,800 ആണ് നോർമൽ ഔട്ട്പുട്ട് വരിക. ആക്ച്വൽ ഔട്ട്പുട്ട് തന്നിട്ടുള്ളത് 1,900 ആണ്. അപ്പോൾ ആക്ച്വൽ ഔട്ട്പുട്ട് ഇസ് മോർ ദാൻ ദ നോർമൽ ഔട്ട്പുട്ട്. അപ്പോൾ അവിടെ അബ്നോർമൽ ഗെയിൻ 100 യൂണിറ്റ്സിന്റെ അബ്നോർമൽ ഗെയിൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അബ്നോർമൽ ഗെയിൻ 100 യൂണിറ്റ്സ് കിട്ടും. ഇനി നമ്മൾ അബ്നോർമൽ ഗെയിൻ്റെ വാല്യൂ കാണണം. ഫോർമുല അറിയാലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോസസ് കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ നോർമൽ ഔട്ട്പുട്ട് ഇൻടു യൂണിറ്റ്സ് ഓഫ് അബ്നോർമൽ ഗെയിൻ ചെയ്ത വാല്യൂ ഓഫ് അബ്നോർമൽ ഗെയിൻ കിട്ടും. ആ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രോസസ് അക്കൗണ്ടിൽ എഴുതുക, ഡെബിറ്റ് സൈഡിൽ എഴുതുക. പിന്നെ നിങ്ങൾ ടാലി ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ നോർമൽ ലോസ് അക്കൗണ്ടും വരയ്ക്കണം, അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടും വരയ്ക്കണം. അതിവിടെ ഞാൻ തൊട്ട് മുമ്പ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന അതേപോലെ തന്നെ ചെയ്യാം. നോർമൽ ലോസ് അക്കൗണ്ടിൽ നമ്മൾ പ്രോസസ് അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ള ഫസ്റ്റ് എൻട്രി എഴുതുന്നു. പിന്നെ ഈ അബ്നോർമൽ ഗെയിൻ വന്നത് കാരണം നോർമൽ ലോസിൽ അത്ര കണ്ട് യൂണിറ്റ്സ് കുറയും, അതിന്റെ സ്ക്രാപ്പ് വാല്യൂ കുറയും. അപ്പൊ അതിനൊരു എൻട്രി എഴുതണം എന്ന് പറഞ്ഞല്ലോ. അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു നോർമൽ ലോസ്. ആ എൻട്രി എഴുതുന്നു, അത് രണ്ടിടത്തും പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ നേരത്തൊട്ട് മുമ്പ് പറഞ്ഞ പ്രോബ്ലം പ്രകാരം തന്നെ ഈ നോർമൽ ലോസ് അക്കൗണ്ടും ഗെയിൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ചെയ്യുക. ഇത് മിസ് ഇപ്പം ഒന്നും ചോദിക്കുന്നില്ലല്ലോ, മിസ് വീഡിയോ ക്ലാസ് അല്ലേ ഇടുന്നേ എന്ന് വിചാരിച്ചിട്ട് ആരും ഇപ്പോൾ ചെയ്യാതിരിക്കരുത്. ഞാൻ ഇനി ഓരോ ക്ലാസ്സിലും നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് പാറ്റേൺ ആണ് എടുക്കുന്നത്. അപ്പോൾ ഓരോ പാറ്റേണും നിങ്ങൾ പഠിച്ചു പോയാൽ തന്നെയാണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഒപ്പത്തിന് പോകാൻ പറ്റുള്ളൂ. സോ ഐ റിക്വസ്റ്റ് ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ടു പ്ലീസ് understand this sum properly, listen to the video, get the problem, understand how it is being done. Please note these things to your notebook and do the homework. Okay, so thank you.